അന്ന് സഹോദരനായിരുന്നെങ്കിൽ ഇന്ന് വെറും ഒരു നേതാവ് മാത്രം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയ ആശംസ ഇപ്പോൾ ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമത്തിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജന്മദിനാശംസകൾ. നിങ്ങൾക്ക് നല്ല ആരോഗ്യവും സന്തോഷവും നേരുന്നു എന്ന് രണ്ടു വരിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ രണ്ടു വരിയിൽ മാത്രം അവസാനിപ്പിക്കുന്ന ഒരു ആശംസാ കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നൽകിയ ആശംസയും കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രിയ സഹോദരൻ എന്ന ഒരു വാചകം ഉൾപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജന്മദിന ആശംസകൾ നേർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയുടെ ആശംസ എന്റെ പ്രിയ സഹോദരന് ജന്മദിനാശംസകൾ എന്നതാണ് കുറിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ 56ാമത് ജന്മദിനത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ചലനങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആശംസകൾ ഇവിടെ പുറത്തു വരുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും DMK സഖ്യത്തിലുണ്ടായ ഒരു വിള്ളലിന്റെ കൃത്യമായ സൂചനയാണ് സ്റ്റാലിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. കോൺഗ്രസുമായി അകലുന്നതിന്റെ സൂചന പലപ്പോഴായി തന്നെ നൽകിയിരുന്നെങ്കിൽ പോലും ഇത്രയധികം രൂക്ഷമാകുന്നത് ഇതാദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ MK സ്റ്റാലിൻ ആശംസ അറിയിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു സഹോദര തുല്യ ബന്ധം പ്രകടമായിരുന്നു. രക്തബന്ധത്താലല്ല, മറിച്ച് ചിന്തയും ദർശനവും ലക്ഷ്യവും കൊണ്ട് ഒന്നിച്ചെന്റെ ആദർശ സഹോദരൻ എന്നതാണ് അന്ന് ഇത്തരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ സഖ്യം തകർന്നതിന് ശേഷമുള്ള ഈ 2026 ആശംസയാണ് വെറും രണ്ടു വരിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് എന്ന ഒരു രീതിയിലേക്ക് ആ ആശംസ മാറിയിരിക്കുന്നത്. വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിൽ നിന്ന് തികച്ചും ഔദ്യോഗികവും പ്രൊഫഷണലുമായ ഒരു ശൈലിയിലേക്കാണ് ഇപ്പോൾ DMK കോൺഗ്രസ് ബന്ധം മാറിയിരിക്കുന്നത് എന്നതിന്റെ ഒരു കഥ കൂടിയാണ് ഈ ഒരു രീതിയിൽ, ഈ ഒരു ജന്മദിന ആശംസയിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരുമിച്ച് പോരാടുമെന്ന മറുപടിയാണ് രാഹുൽ ഇതിന് നൽകിയത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന പങ്കാളിയായി DMK തുടരുമ്പോഴും തമിഴ്നാട്ടിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK നയിച്ച സഖ്യത്തിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്ന വിജയ് ആകട്ടെ TVK പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു. കോൺഗ്രസിന്റെ ഈ ഒരു പെട്ടെന്നുള്ള കൂടുമാറ്റമാണ് DMK നേതൃത്വത്തെ ചൊടിപ്പിച്ചതായും ഇപ്പോഴത്തെ അകൽച്ചയ്ക്ക് കാരണമായി തന്നെ പറയുന്നത്. അതേസമയം തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയ് രാഹുൽ ഗാന്ധിയെ പ്രിയ സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജന്മദിന ആശംസ അറിയിക്കുന്നത്. മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്കായും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായും സാധാരണക്കാരുടെ ക്ഷേമത്തിനായും താങ്കൾ ഉയർന്ന ശബ്ദം കൂടുതൽ ശക്തമാകട്ടെ എന്നത് സൂചിപ്പിക്കുകയും എല്ലാവിധ ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു എന്നും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.